Good morning to all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് എൻവയൺമെൻറ്റ് അനാലിസിസ് ആണ്. ലാർജ് നമ്പർ ഓഫ് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് അവൈലബിൾ ആണ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചില വേരിയബിൾസിനെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഏത് മെത്തേഡ് വേണം ഏത് ടെക്നിക്ക് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ വേരിയബിൾസ് എന്ന് പറയാം. ദ ടൈപ്പ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഡാറ്റ അവൈലബിൾ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അത് ക്വാളിറ്റേറ്റീവ് ആയിരിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കാം. ആ ഡാറ്റയുടെ ടൈപ്പും അതുപോലെ അതിൻ്റെ എക്സ്റ്റെൻറ്റും നമ്മൾ ഏത് മെത്തേഡ് തിരഞ്ഞെടുക്കണം, ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടൈം വിത്ത് വിച്ച് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഹെൻസ് പ്ലാനിങ് ഓർ ഡിസിഷൻ മേക്കിംഗ് ടു ബി ഡൺ. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ടൈം ലിമിറ്റ് അതെന്ന് പറയുന്നത് എന്തായാലും പ്ലാൻ ചെയ്യാനും അതുപോലെ ഡിസിഷൻസ് എടുക്കാനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം പീരീഡ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെത്തേഡിൻ്റെയും അതേപോലെ ഒരു ടെക്നിക്കിൻ്റെയും. നെക്സ്റ്റ് പറഞ്ഞത് ബഡ്ജറ്റ് അവൈലബിൾ ഫോർ ദി പർപ്പസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്, ആ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെത്തേഡിന് ആ ടെക്നിക്കിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടായിരിക്കും. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെത്തേഡിൽ ടെക്നിക്ക് ആ ബഡ്ജറ്റഡ് എമൗണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞ ക്വാളിറ്റി ഓഫ് വർക്ക് ഫോഴ്സ് അവൈലബിൾ വിത്ത് ദ ഓർഗനൈസേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. നമ്മുടെ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് എന്തിനു വേണ്ടിയിട്ട്, ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ ക്വാളിറ്റി അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നെക്സ്റ്റ് പറഞ്ഞ എക്സ്റ്റെൻറ്റ് ഓഫ് ആക്യുറസി റിക്വയർഡ് ഓർ എക്സ്പെക്റ്റഡ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ആക്യുറസി എക്സ്പെക്റ്റ് ചെയ്യും. അതും ഒരു ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടെക്നിക്സ് ഓഫ് ഫോർകാസ്റ്റിംഗ്. മെയിനായിട്ട് 8 ടെക്നിക്സാണുള്ളത്. സർവേ മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ബിസിനസ് ബാരോമീറ്റേഴ്സ്, അനാലിസിസ് ഓഫ് ടൈം സീരീസ്, എക്സ്ട്രാപ്പൊളേഷൻ മെത്തേഡ്, റിഗ്രഷൻ അനാലിസിസ്, ഡെൽഫി മെത്തേഡ് അല്ലെങ്കിൽ ഡെൽഫി ടെക്നിക്ക് എന്ന് പറയും, ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. അത് ഫസ്റ്റ് വൺ സർവേ മെത്തേഡ്. The survey method is the techniques of gathering data by asking questions to people who are thought to have desired information. This is one of the most commonly used method of collecting information and interpreting it for the purpose of setting some trend projections. സർവേ മെത്തേഡിൽ നമ്മൾ ഡാറ്റ ഗ്യാദർ ചെയ്യാനും അതേപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സർവേ മെത്തേഡ്. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് കൂടിയാണ്. ഇവിടെ ഡാറ്റ നമ്മൾ ട്രെൻഡ് പ്രൊജക്ഷന് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനൊക്കെ സർവേ മെത്തേഡിലൂടെയാണ്. ഇവിടെ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യനറീസ് ഈസ് പ്രിപ്പയർഡ്. ക്വസ്റ്റ്യനറീസ് വഴിയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ജനറലി നോൺ ഡിസ്ട്രിബ്യൂട്ട് അപ്രോച്ച് ഈസ് യൂസ്ഡ്. The respondents are asked questions on their demographic interest opinion. It can be used to collect qualitative as well as quantitative information from the universe. This method can be used successfully for forecasting the existing as well as new products. ഇവിടെ നമ്മൾ സർവേ മെത്തേഡിലൂടെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടും അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ നിൽക്കുന്ന പ്രൊഡക്ട്സിനും അതേപോലെ തന്നെ ന്യൂ പ്രൊഡക്ട്സിനും ഈ ഒരു മെത്തേഡ് വഴി ഫോർകാസ്റ്റിംഗ് നടത്താവുന്നതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. In this method, forecasting of a particular environmental factor is done on the basis of historical analog elsewhere in the past. For example, historical method is used to project growth of the Indian economy since the inception of liberalization and globalization policies. It is said that India will continue to grow on the basis of experience of some other countries after inception of these policies. ഇവിടെ എങ്ങനെ ഫോർകാസ്റ്റ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റായിട്ട് നടന്നിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അനലോഗിൻ്റെ ബേസിലായിരിക്കും ഫോർകാസ്റ്റ് നടത്തുന്നത്. ഉദാഹരണത്തിന് ലിബറലൈസേഷൻ അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ആ ഒരു പോളിസീസ് ഇന്ത്യൻ എക്കോണമിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം എക്കോണമിയുടെ ഗ്രോത്ത് മോണിറ്റർ ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ ബേസിലാണ്? മറ്റുള്ള കൺട്രികളിലും ഇതേപോലെ ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവരുടെ ഗ്രോത്ത് മോണിറ്റർ ചെയ്തിട്ട് ഇന്ത്യൻ എക്കോണമി ആയിട്ട് കമ്പയർ ചെയ്യാണ്. എന്നിട്ടാണ് പറയുന്നത് ഇന്ത്യൻ എക്കോണമി ലിബറലൈസേഷനും അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനും ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഗ്രോ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്നാണ്. അതാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് ബാരോമീറ്റേഴ്സ്.
Barometric method of forecasting is used by the meteorologist in weather forecasting. The weather conditions are forecasted on the basis of movements of mercury in a barometer. Based on this logic, economists use economic indicators as a barometer to forecast the overall trend in the business activities. The barometric method is based on the approach of developing an index of relevant economic indicators and forecasting the future trends by analyzing the movements of these indicators. A time series of several indicators is developed to study the future trend. അപ്പോൾ ബിസിനസ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ബിസിനസ് പാരാമീറ്റേഴ്സ് ആയ ഇൻഡെക്സ് നമ്പേഴ്സ് രണ്ടോ അതിലധികമോ ടൈം പീരീഡ്സിലെ എക്കോണമിയുടെ അവസ്ഥ മെഷർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് യൂസ് ടു സ്റ്റഡി ട്രെൻഡ്സ്, സൈക്ലിക്കൽ മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്ക് മോണിറ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഉദാഹരണത്തിന് ബിസിനസ് സൈക്കിളിൻ്റെ ഫോർകാസ്റ്റ് നടത്തുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസും ഡിക്രീസും ആണോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ബിസിനസ് സൈക്കിളിൻ്റെ ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത്. അതാണ് ബിസിനസ് ബാരോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് അനാലിസിസ് ഓഫ് ടൈം സീരീസ്. This involves decomposition of historical series into various components like seasonal variations, random variations, trend and cyclical variations. This series analysis also use index numbers, but it is different from barometric technique. In this method, the future is taken as some sort of extension of the past. When the various components of the time series are separated, the variations of a particular phenomenon, for example, price can be known over a period of time and future projections can be made accordingly. അതായത് അനാലിസിസ് ഓഫ് ടൈം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഡീകമ്പോസിഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സീരീസ് ഇൻ ടു വേരിയസ് കമ്പോണൻസ് ലൈക്ക് സെവറൽ വേരിയേഷൻസ്, റാൻഡം വേരിയേഷൻസ്, ട്രെൻഡ് ആൻഡ് സൈക്ലിക്കൽ വേരിയേഷൻസ് തുടങ്ങിയവയെല്ലാം ഈ അനാലിസിസ് ഓഫ് ടൈം സീരീസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ ഇതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ബാരോമെട്രിക് ടെക്നിക്കിൽ നിന്ന് തീർത്തും ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത് പറഞ്ഞു, പക്ഷേ ടൈം സീരീസിൽ വ്യത്യസ്ത കമ്പോണൻസിന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫിനോമിനൻ, അതായത് പ്രൈസ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതനുസരിച്ച് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അത്രയാണ് അനാലിസിസ് ഓഫ് ടൈം സീരീസിൽ പറയുന്നത്. ബാരോമെട്രിക് ടെക്നിക്ക് നിന്ന് വ്യത്യസ്തമാണെന്നാണ് പറയുന്നത് അനാലിസിസ് ഓഫ് ടൈം സീരീസ്. ഇവിടെ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ടൈം സീരീസിലെ വ്യത്യസ്ത കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫിനോമിനൺ, അതായത് ഉദാഹരണത്തിന് പ്രൈസ്, പർട്ടിക്കുലർ ടൈം പീരീഡിലെ പ്രൈസ് എടുത്തിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ട് ആയിരിക്കും ഫ്യൂച്ചർ ഡിസിഷൻസും അതുപോലെ ഫോർകാസ്റ്റിങ്ങൊക്കെ നടത്തുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് extrapolation method. This method is also based on time series. It relies on the behaviors of a series in the past and on its basis projects and the some trend in future. This method does not isolate the effects of various factors including a problem under study, but take into the account of totality of their effects and assumes that the effects of a factors is of a constant and stable pattern that would continue as such in future. എക്സ്ട്രാപ്പൊളേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ടൈം സീരീസിൻ്റെ ബേസിൽ തന്നെയാണ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു ഫാക്ടറിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസ്ഡ് ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നില്ല, മറിച്ച് ആ പർട്ടിക്കുലർ ഫാക്ടേഴ്സിൻ്റെ ടോട്ടൽ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് ആ ഫാക്ടർ ഫ്യൂച്ചറിലും കോൺസ്റ്റൻ്റായി തുടരുമെന്നും പറയുന്നുണ്ട്. അതനുസരിച്ച് പ്രഡിക്ഷൻസും ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്തുകയാണ് ചെയ്യുന്നത്. ടൈം സീരീസിൻ്റെ ബേസിൽ തന്നെയാണ്. ഇവിടെ ഒരു ഫാക്ടറിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസ്ഡ് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യുന്നില്ല, മറിച്ച് പർട്ടിക്കുലർ ഫാക്ടറിൻ്റെ ടോട്ടൽ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അനുസരിച്ചിട്ട് ഫ്യൂച്ചർ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് എന്ന് കരുതിയിട്ടാണ് അവിടെ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. നെക്സ്റ്റ് റിഗ്രഷൻ അനാലിസിസ്.
This method is used to disclose the relative movements of two or more interrelated strategic management series. This method is used to estimate the changes in one variable also the result of specific changes in other variable or variables. In economic and business situations, there is multiple causation and a number of factors affect a business phenomenon simultaneously. Regression analysis helps in isolating the effects of such factors to a great extent. ഈ റിഗ്രഷൻ അനാലിസിസിൽ റിലേറ്റീവ് മൂവ്മെൻറ്റ്സ് ഓഫ് ടു ഓർ മോർ ഇൻ്ററേറ്റഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സീരീസ്. ഇവിടെ നമ്മൾ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്സ് ആണ് എന്തിൻ്റെ ഇൻ്റർ റിലേറ്റഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സീരീസിൻ്റെ ഒന്നോ രണ്ടോ അതിലധികമുള്ള ഇൻ്റർ റിലേറ്റഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സീരീസിൻ്റെ. ദിസ് മെത്തഡ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ആസ് എ റിസൾട്ട് ഓഫ് സ്പെസിഫിക് ചേഞ്ചസ് ഇൻ അതർ വേരിയബിൾ. ഇവിടെ എന്താണ് ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വേരിയബിളിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസിനെയാണ് ഇവിടെ മോണിറ്റർ ചെയ്യുന്നത്. ഇൻ എക്കണോമിക് ആൻഡ് ബിസിനസ് സിറ്റുവേഷൻസ് ദർ ആർ മൾട്ടിപ്പിൾ കോസേഷൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എഫക്ട് ദ ബിസിനസ് ഫിനോമിന. നമുക്കറിയാം ഒരു ബിസിനസ്സിലെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ലച്ച നമ്പർ ഓഫ് കോസസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ് സിറ്റുവേഷനെ സംബന്ധിക്കുമ്പോൾ. അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് ഒരു പരിധി വരെ ഈ ഫാക്ടേഴ്സ് ബിസിനസ്സിലേക്കുള്ള എഫക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. Next method, Delphi method. Delphi method is decision making. Members do not interact face to face in a group discussion. The decisions will be arrived at through written communication in the form of filling questionnaires through mail. Small questionnaires are formed which is then filled by respondents. The results are then tabulated and used to arrive at consensus. ഡെൽഫി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ഒരു മെത്തേഡാണ്. ഇവിടെ മെമ്പേഴ്സ് ഫേസ് ടു ഫേസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയൊന്നും. ക്വസ്റ്റ്യനറൈസ് എന്ന് പറയുന്നത് റിട്ടേൺ ഫോമിൽ മെയിൽ വഴി സെൻഡ് ചെയ്യാണ്. അത് ഫിൽ ചെയ്തതിന് ശേഷം റെസ്പോണ്ടൻസ് തിരിച്ച് സെൻഡ് ചെയ്യും. അതനുസരിച്ചിട്ട് ആ റിസൾട്ടിനെ ടാബുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ് ഡെൽഫി മെത്തേഡിൽ ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിങ്ങിലൊരു മെത്തേഡാണ്. ഫേസ് ടു ഫേസ് ഒന്നും ഇൻട്രാക്ഷൻ ഇല്ല. ഇവിടെ മെയിൽ വഴിയാണ് ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യുന്നത്. അത് റെസ്പോണ്ടൻസ് ഫിൽ ചെയ്തതിന് ശേഷം തിരിച്ച് സെൻഡ് ചെയ്യും. അതനുസരിച്ചിട്ട് ടാബുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ റിസൾട്ടിനെ. അതനുസരിച്ച് ലാസ്റ്റ് കൺക്ലൂഷനിൽ എത്തും. Last technique method is input-output analysis. In this method, a forecast of output is obtained on the given input. This is possible when the relationship between input and output is known. This technique yields sector-wise forecast and it is extensively used for forecasting business events as the data required can be obtained very easily. ഇവിടെ എങ്ങനെ ഫോർകാസ്റ്റ് നടത്താൻ വെച്ചത് ഇൻ ദിസ് മെത്തേഡ് എ ഫോർകാസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ ദി ഗീവൺ ഇൻപുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബേസിലാണ് ഇവിടെ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. അത് എങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് നടത്താൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ കോളിൻ്റെ റിക്വയർമെൻറ്റ്സ് എങ്ങനെ മനസ്സിലാക്കുന്നത് വേരിയസ് സെക്ടേഴ്സ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രി, ഹൗസ് ഹോൾഡ്സ് തുടങ്ങിയവയിലുള്ള അതിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഫോർകാസ്റ്റ് നടത്തുന്നത്. ഇവിടെ ഇൻപുട്ടും പേര് പോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബേസിലാണ് ഇവിടെ ഫോർകാസ്റ്റ് നടത്തുന്നത്. ഇൻപുട്ടിൻ്റെ അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെയും റിക്വയർമെൻറ്റ്സ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ദ എൻവയറമെൻറ്റൽ അനാലിസിസ്. എന്തൊക്കെ ഏതൊരു ടെക്നിക്സിൻ്റെ മെത്തേഡ്സിനും ഉള്ളത് പത്തിനുള്ള ലിമിറ്റേഷൻസ് ആണ് ഇവിടെ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ ഫോർകാസ്റ്റിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് വൺ, ഓൾ ഫോർകാസ്റ്റ്സ് are based on certain assumptions. If the assumptions goes wrong or gets deviated, the forecast may also go wrong. എല്ലാവർക്കും അറിയാം ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് ചില അസംഷൻസ് ബേസിലാണ്. ഈ അസംഷൻസ് തന്നെ റോങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും എല്ലാം പോലെ തന്നെ റോങ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഫോർകാസ്റ്റ് മിയർലി ഇൻഡിക്കേറ്റ് ദ ട്രെൻഡ്സ് ഓഫ് ഫ്യൂച്ചർ ഹാപ്പനിങ്. ദിസ് ഈസ് ബിക്കോസ് ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ആർ എഫക്റ്റഡ് ബൈ ഹ്യൂമൻ ബിഹേവിയർ വിച്ച് ഈസ് ഹൈലി അൺപ്രഡിക്റ്റബിൾ. ഫോർകാസ്റ്റ് നടത്തുന്ന എന്തെല്ലാം ബേസിലാണ്? ഹ്യൂമൻ ബീയിങ്സിൻ്റെ
ബിഹേവിയറിൻ്റെ ബേസിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂമൻസിൻ്റെ ബിഹേവിയർ ഡേ ടു ഡേ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഹേവിയറാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പ്രഡിക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈലി അൺപ്രഡിക്റ്റബിൾ. എന്താണ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ്. ഇനി ലാസ്റ്റ് വൺ, ടൈം ആൻഡ് കോസ്റ്റ് ലിമിറ്റേഷൻസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ റിസൾട്ട് ദ ഫോർകാസ്റ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടൈമും കോസ്റ്റും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണെന്ന് ഫസ്റ്റ് നമ്മൾ മെത്തേഡ്സ് സെലക്ട് ചെയ്യുന്ന ഫ്യൂ വേരിയബിൾസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈമും കോസ്റ്റും മിനിമൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്ക് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.